ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനം, ശാന്തി. സമാധാനത്തിനെ പറ്റി ഞാൻ പറയാം. നമുക്ക് ദുഃഖത്തിലും സുഖത്തിലും സമചിത്തത വേണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ എനിക്കിപ്പം അനുഭവം വന്നപ്പം ശരിയായി, സമചിത്തതയായി. കാരണം നമ്മുടെ വീടുകളിലും കാണും, സ്വന്തം ഭർത്താവായാലും സ്വന്തം മക്കളായാലും നമുക്ക് സമാധാനക്കേട് തരുന്നവരുണ്ട്. കാരണം വെച്ചാൽ നന്മ തിന്മ അറിയാത്തവരാണല്ലോ നമ്മുടെ ചുറ്റിനുള്ളവർ. നന്മ എന്താണെന്നും തിന്മ എന്നും തിരിച്ചറിയാത്ത ഇന്നത്തെ ജനങ്ങളെ അങ്ങനെയാണ്. നന്മ എന്താണെന്ന് അറിയാത്തവർക്ക് അവിടെ എന്ത് പറയണം എന്നൊന്നും അവർക്കറിയില്ല. അവർ നമ്മുടെ കൂടെ കൂടുമ്പോൾ, ഒരു കുടുംബമാകുമ്പം ഭർത്താവിൻ്റെ വായിൽ നിന്നായാലും മക്കളുടെ വായിൽ നിന്നായാലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയും. പക്ഷെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സമചിത്തത ഉണ്ടാകുന്ന മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സങ്കടം ഉണ്ടാക്കും. നമ്മൾ കരയുകയൊക്കെ ചെയ്യും. വേദനയാണ്, അത് വിഷമമാണ്. നമ്മൾ നന്മയെ ചെയ്യുള്ളൂ, ഒരു കുറ്റവും ചെയ്യുകയില്ല. പക്ഷെ ഈ രണ്ട് സ്വഭാവക്കാരാണല്ലോ. നന്മ ചെയ്യാത്തവർക്ക് എപ്പോഴും തിന്മ കൊണ്ട് എന്തിനെ കിട്ടിയാലും ദ്രോഹിക്കണം, ജീവജാലങ്ങളെയൊക്കെ കൊല്ലണം, തിന്നണം, ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ എന്താ നന്മ ഉണ്ടാവുമോ? അവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായാലും എന്ത് വരും? നമുക്ക് എപ്പോഴും മനപ്രയാസം ഉണ്ടാക്കി തയ്ക്കും. പക്ഷെ ഇപ്പം എനിക്ക് സമചിത്തതയായി. ഇപ്പം ഈ നമ്മുടെ കുടുംബത്ത് ഒരു ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ആവട്ടെ, നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ മുമ്പൊക്കെ അതിന് ഓപ്പോസിറ്റ് നമ്മളും പറയുമല്ലോ, ഇത് അങ്ങനെ ഇങ്ങനെയാന്ന്. പക്ഷെ അന്ന് നമുക്ക് തന്നെയാണ് വിഷമം, വിഷമം നമുക്ക് തന്നെയാണ്. പക്ഷെ ഇപ്പം അങ്ങനെ പറഞ്ഞാലും എനിക്ക് നിന്ന് പോരാടാനുള്ള, തിന്മയോട് എതിർക്കാനുള്ളൊരു ശക്തിയുണ്ട്. എന്നാൽ വേദനയൊട്ടില്ല, അതിനും വിഷമമില്ല. എന്താ? ദുഃഖത്തിലും സുഖത്തിലും സമചിത്തത ഉണ്ടായി. അതുകൊണ്ടാണ് മക്കളെ ഞാൻ പറയുന്നത്, നമുക്ക് സമചിത്തത ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വേദനിക്കാനും, കാരണം നമ്മുടെ വീട്ടിൽ തന്നെ മതിയല്ലോ ധാരാളം. എല്ലാവർക്കും ഒരുപോലെ. ചില വീട്ടുകളിൽ മക്കളും ഭർത്താവും എല്ലാം നന്മയുള്ള പിള്ളേരോ ഒക്കെ ആയിരിക്കും, അവർക്ക് നല്ലതാണ്. പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെ കൊണ്ടുവെക്കുന്ന, നമ്മളിതൊരു പാഠം പഠിപ്പിച്ചെടുക്കാനും കൂടെ ദൈവം നമുക്കിങ്ങനെ ഓപ്പോസിറ്റ് ഉള്ളവരെ തരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഈ പറച്ചിലേ ഉള്ളൂ, അതോ നിങ്ങൾ സമചിത്തത ആയോ എന്നറിയാൻ ഈശ്വരൻ നമുക്ക് ഓരോ സമയങ്ങളിലും ഓരോ ഗഡുക്കളായിട്ട് ഓരോന്നോരും തരും. ഞാൻ എല്ലാത്തിനും വിരമിക്കാൻ എനിക്ക് മനസ്സിന് ശക്തി ഇതാ ഭഗവാനെ, എല്ലാത്തിനും എനിക്ക് മനസ്സുകൊണ്ട് ത്യജിക്കണം. അപ്പോൾ എനിക്ക് അത് തന്നു. ഇപ്പം സമചിത്തത മനസ്സിനായോ എന്നറിയാൻ ഇപ്പം എൻ്റെ ഭർത്താവ് തന്നെ ആകട്ടെ, നമുക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരാളുടെ നിന്ന് എപ്പോഴും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ചിന്തിക്കുന്നത് എന്താ? അദ്ദേഹത്തിന് ഈ പാമ്പിൻ്റെ സ്വഭാവം കടിക്കുക എന്നുള്ളതാണ്. അവിടെ അയ്യോ ഇന്നാര് ഭക്തനാ, അല്ലെങ്കിൽ ഇന്നാര് നല്ലൊരു സ്വഭാവം, നമുക്ക് കടിച്ചുകൂടാ എന്നൊരു പാമ്പിന് അറിയാമോ? ആ പാമ്പ് വിചാരിക്കുന്നതാ അത് നന്മയും തിന്മയും അറിയാം. അതിൻ്റെ കൈ എന്ത് കിട്ടിയാലും, പാവിയെ കിട്ടിയാലും പുണ്യവാനെ കിട്ടിയാലും അത് കടിക്കും. അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതിനെ ഒന്ന് ചവിട്ടു, അല്ലെങ്കിൽ അറിയാതെ അതിൻ്റെ കൂടെ പോയി അത് ഇപ്പം അയ്യോ ഇന്നാർ അതിലേ പോകുന്നത്, അതൊരു ഭക്തിയുള്ളൊരു ഒരു വല്യമ്മയാണ്, കടിച്ചുകൂടാ എന്നൊന്നും പാമ്പിനറിയത്തില്ല. അതാണ് ഈ പിശാച് സ്വഭാവമുള്ള ആൾക്കാരുടെ സ്വഭാവം. കാരണം സാത്താൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അസുരന്മാരായിട്ടുള്ളവരെ, നമ്മൾ ഈ ഹൈന്ദവരെന്താ പറയുക, പിന്നെ എന്താ പറയുന്നത്, അസുരന്മാരും ദേവന്മാരും. അത് ഒരിക്കലും അങ്ങോട്ട് ചേരത്തില്ല. എന്നാൽ ചോദിക്കാൻ നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? ഇവരുടെ ഇടയ്ക്കിടന്ന് ജീവിച്ച് പോകണ്ടേ? അപ്പോൾ നമുക്ക് സമചിത്തത വന്നോന്നറിയാം. ഇവരെങ്കിലും നമുക്ക് ഓരോരോ വിഷമങ്ങൾ ഇങ്ങോട്ട് വരും. പക്ഷെ വിഷമം ഇപ്പോൾ ഉണ്ടാവത്തില്ല. മുമ്പേക്കാണെങ്കിൽ വിഷമം വന്നിട്ടങ്ങ് നിലവിളിച്ചാൽ തീരാത്ത സങ്കടങ്ങളാണ്. ഇപ്പം ഈശ്വരൻ്റെ ഓരോ പരീക്ഷണങ്ങളായിരിക്കാം. ഇപ്പം നന്നായി എനിക്ക് എന്തെല്ലാം അദ്ദേഹം പറഞ്ഞാലും നമ്മൾ നന്മ ചെയ്യുമ്പോൾ അവിടെ തിന്മയായിട്ട് അദ്ദേഹത്തിന് തോന്നുക. അപ്പോൾ അതിന് കുറേ കുറവുകളൊക്കെ വരും. അപ്പം നമ്മൾക്ക് എന്താ ഇപ്പം അങ്ങനെ, അപ്പോൾ അതിന് നല്ല മറുപടി പറയാനും നമുക്ക് ധൈര്യമുണ്ട്, നമുക്ക് ഭയവുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണെങ്കിൽ നമുക്ക് ഭയക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഒരാളത് പറഞ്ഞുകൊണ്ട് മുമ്പൊക്കെ എങ്ങനെ ഉണ്ടാകും, ഇപ്പം അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ യാതൊരു കാരണവശാലും നമുക്ക് ദുഃഖം ഉണ്ടാകത്തില്ല. ഒരാൾ ദുഃഖിപ്പിച്ചാൽ ദുഃഖവും ഇല്ല, അവരുടെ സുഖം കണ്ടിട്ട് നമുക്ക് സന്തോഷം വേണ്ട. അതിപ്പോൾ എനിക്ക് അനുഭവത്തിലായി. ഇതും കൂടെ ഈശ്വരൻ എനിക്ക് ഓരോ കാര്യങ്ങളും അനുഭവത്തിലേക്ക് ആക്കിത്തരും. ഇതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഇതെന്താ പറയാൻ കാരണം, ഇതിൽ വായിക്കുന്നത് ഇപ്പം അങ്ങനെയാണ്. കാരണം ക്രോധത്തെ പറ്റിയൊക്കെയായി വായിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗത്തിൽ 61, 62 ശ്ലോകങ്ങളാണ് വായിച്ചത്. അതിൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കിക്കൊണ്ട് നിശ്ചലമാനനായ യോഗിയായും എന്നെ തന്നെ പരമമായി വിചാരിക്കുന്നവനായും ഇരിക്കണം. യാതൊരുവൻ്റെ സ്വാധീനതയിൽ തന്നെ ഇന്ദ്രിയങ്ങളായി ഇരിക്കുന്നുവോ അവൻ്റെ ജ്ഞാനം ഉറച്ചതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയത്തിൽ നമ്മുടെ സ്വാധീനം തന്നെ ഇരിക്കണം. നമ്മൾക്കുള്ള ചെൽപ്പടി നിൽക്കണം ഇന്ദ്രിയങ്ങൾ. അങ്ങനെ എപ്പോൾ ആകുന്ന അപ്പോഴാണ് നമ്മളെ ജ്ഞാനം ഉറച്ചതാകുന്നത്.
അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. നമുക്കത് ഉറച്ചതാകുന്നത് എങ്ങനെ അറിയുന്നത്? നമുക്ക് ആ ഇന്ദ്രിയത്തിനെ യാതൊന്നിനും വിടത്തില്ല. നമ്മളെ ചൊൽപ്പിടി തന്നെ അത് നിൽക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ എന്തെങ്കിലും രീതിയിൽ നമ്മളെ ദ്രോഹിച്ചാൽ പോലും നമുക്കൊരു ചഞ്ചലവും ഉണ്ടാകുന്നില്ല. കാരണം എന്താ, നമ്മുടെ ജ്ഞാനം ഉറച്ചത്. നമുക്കത് ദുഃഖ ദുരിതങ്ങളും ദുഃഖിപ്പിച്ചാൽ ദുഃഖവും വരുന്നില്ല. ഒരാളുടെ സുഖം, ഈ മറ്റുള്ള സുഖം കണ്ടാൽ നമുക്കതിൽ നമ്മളെ സുഖിപ്പിച്ചാൽ പോലും നമുക്കതിൽ സന്തോഷം തോന്നുന്നില്ല. എന്താ കാരണം? സമചിത്തതയായി. ഇപ്പം എനിക്കത് അനുഭവം വരുത്താനായിരിക്കും എനിക്കിങ്ങനെ ഈശ്വരൻ ഇപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ട് തരുക. അപ്പം നമ്മൾ മനസ്സിലായിക്കോളാം, നമുക്ക് നമ്മളൊരു കുടുംബമായി കഴിയുമ്പം മക്കളെ കൊണ്ടോ അല്ലെ ഭർത്താവിനെ കൊണ്ടോ അല്ലെ ഭർത്താവിന് ഭാര്യയെ കൊണ്ടോ ഇരുകൂട്ടരും ആവാമല്ലോ. ഒരു ഭർത്താവിന് ഇതെല്ലാം നല്ല നന്മ മാർഗമാണ്, ഭാര്യയ്ക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഭർത്താവിന് ഇതുപോലൊക്കെയാ. ഭാര്യയിൽ നിന്ന് കുറേ പാഠങ്ങൾ പഠിക്കാനും കിട്ടും. എനിക്ക് പഠിക്കുന്നത്, ഞാൻ സ്ത്രീ ആയതുകൊണ്ട് ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നായിരിക്കും. അല്ലെങ്കിൽ ഞാൻ മറ്റ് അന്യം പോകുന്നത്, എനിക്കിപ്പോൾ ഇവിടെ ദൈവത്തിന് ഓരോന്നും തരാൻ പറ്റും, പരീക്ഷണങ്ങൾ തരാൻ. അപ്പോൾ ഈശ്വരൻ നോക്കുമ്പം ഇവർക്ക് കൂടാണ് എനിക്ക് പരീക്ഷണങ്ങൾ തരുന്നത്, ഞാൻ ഇടം വരെ എത്തിയെന്നറിയാൻ. ഇപ്പോൾ എനിക്ക് ഞാൻ ചെയ്യാത്ത തെറ്റിന് വേണ്ടിയിട്ട് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അവർ എന്തെങ്കിലും കാണിച്ചാൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല. അതാണ് ഞാൻ പറയാം, ദുഃഖം തന്നാൽ നമുക്ക് നമുക്ക് ദുഃഖവുമില്ല, അതിൽ സന്തോഷവുമില്ല, എല്ലാം സമചിത്തതയായി വരുന്നു. കാരണം നമ്മളെ അനുഭവങ്ങൾ ഇങ്ങനെ ദൈവം തന്നെ തരുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിൽ 62-ാമത്തെ ശ്ലോകത്തിലെ ഈ വിഷയങ്ങളെ തന്നെ വിചാരിച്ചിരിക്കുന്ന ഒരു പുരുഷനാ അവയിൽ ആസക്തി ഉണ്ടാകുന്ന ഈ വിഷയങ്ങൾ എന്ന് വെച്ചാൽ ഈ ലോകചിന്ത നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇന്നത് സാധിക്കണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവട്ടെ, ഇങ്ങനെ ചിന്തിച്ച് എന്ത് വരും? അതിലങ്ങ് ആസക്തിയായിട്ടിരിക്കും. അത് പിന്നെ അങ്ങ് എന്നും ചിന്തിച്ച് വരും, അത് ആശയം അങ്ങ് വർദ്ധിച്ചു വരും. ആഗ്രഹം അങ്ങ് വർദ്ധിച്ചു വരുമ്പോൾ എന്ത് വരും? അത് പ്രതിബന്ധം നേരിട്ടാലോ, ആഗ്രഹിച്ച് അത് തീർച്ചയായിട്ടും അത് കിട്ടിയിരിക്കും, ഉറപ്പായിരിക്കും. അത് എന്തെങ്കിലും വിഘ്നം വന്നാൽ എന്ത് വരും? ഉടമേ പ്രതിബന്ധം വരുമ്പോൾ ക്രോധമുണ്ടാകും. അങ്ങനെയാണ് ജനങ്ങൾക്ക് ക്രോധം ഉണ്ടാകുന്നത്. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ചിന്തിച്ച് ആഗ്രഹിച്ച് വലഞ്ഞ് വിഷമിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കും. നമുക്ക് നടത്താം, അല്ലെങ്കിൽ സംഭവിക്കാം, എങ്ങനെ ഇരുന്ന് ആഗ്രഹം വർദ്ധിച്ച് വല്ലാത്തൊരു കാമമായങ്ങ് മാറുക. അങ്ങനെ വരുമ്പോൾ അതിന് തടസ്സം നേരിട്ടാലാണ് ക്രോധം വർദ്ധിക്കും. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാം അത് തന്നെയാണ്. അങ്ങനെ ക്രോധത്താൽ നമുക്ക് 63-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ക്രോധാൽ ഭവതി സമൂഹാൽ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശാൽ പ്രണശ്യതി. എന്താ അതിൽ പറയുന്നത്? അങ്ങനെ ക്രോധം വരുമ്പോൾ അതിൽ നിന്ന് എന്താ ഉണ്ടാകുന്നത്? അവിവേകം, എന്നുവെച്ചാൽ എന്താ? അറിവില്ലായ്മ. ക്രോധത്തിൽ അങ്ങ് വേറൊരു ക്രോധമൊന്നുമല്ല, നടക്കാൻ നമുക്ക് കിട്ടുമെന്നുള്ള അങ്ങ് അറ്റത്തെ ആഗ്രഹം മുറ്റി കാമമായി മാറുമ്പം പ്രതിബന്ധം വരുമ്പോഴാണ് അത് ഒക്കാതെ വരുമ്പം ക്രോധമാകുന്നത്. ആ ക്രോധത്തിൽ നമുക്ക് എന്തുണ്ടാവുന്നു? അറിവില്ലായ്മ ഉണ്ടാകുന്നത്. പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു? കാരണം എന്താ? അവിടെ അപ്പം ഒരു വെട്ടിന് രണ്ട് തുണ്ടെന്ന് പറഞ്ഞ പോലെ എന്തൊന്ന് ആ ക്രോധത്തിൽ നിന്നാണ് അറിവില്ലായ്മ ഉണ്ട്. ആ ക്രോധം അത്രയ്ക്ക് കാഠിന്യമാണ്. അവിടെ രണ്ട് കൂട്ടരുതങ്ങളിൽ ആ ക്രോധം വന്നാൽ അവിടെ അപ്പോൾ അടിയായി പിടി, അല്ലെങ്കിൽ എന്തെങ്കിലും കൈകിട്ടെടുത്ത് അടിച്ച് കൊല്ലുക, അല്ലെങ്കിൽ കുത്തുക, വെട്ടുക, ഇതൊക്കെ അങ്ങനെ ഇത്രയും ക്രോധങ്ങൾ ഇന്ന് കൂടാൻ കാരണം കലികാലവുമാണ്, ഇത്രയും ദേഷ്യം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഈ ലോകത്ത് നിന്ന് നടക്കുന്ന മൊത്തവും ഇതാ സംഭവം, അറിവില്ലായ്മ. ക്രോധം മുറ്റി വരുമ്പോഴാണ് അറിവില്ലായ്മ. ഈ അറിവില്ലായ്മ വരുമ്പോഴാണ് ഇവിടെ സംഭവം എല്ലാം അറിയാതെ അല്ലെങ്കിൽ സംഭവിക്കുക. അയ്യോ, പിന്നെ ലെക്ക് വീഴുന്നത്, ഒരു വെട്ടിനെ കഴുത്തൊക്കെ വെട്ടിക്കളയുക. പിന്നെ അത് കഴിയുമ്പോഴാണ് അയ്യോ ഞാൻ ചെയ്തത് ഇതാണ്. ഒന്നാമത്തെ കാര്യം, ഈ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ കുറേ വെള്ളമടിയും കൂടെ കാണും, മയക്കുമരുന്നൊക്കെ കാണും. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകളാണ് ഇതെല്ലാം ദുഃഖം അനുഭവിക്കുന്നത്. ഈ പുരുഷന്മാർക്ക് അല്പമെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ട് വരുമ്പോൾ എന്തെങ്കിലും വെച്ചാൽ കുടിച്ചിട്ട് വന്നാൽ പിന്നെ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ഇതിനൊക്കെ ബലിയാടാവുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിന് സ്വച്ഛതയും സമാധാനവും നമ്മൾ നേടിയെടുത്തില്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മളും അതിനൊത്തങ്ങ് നിൽക്കുമ്പോൾ നമുക്ക് ഈ അറിവില്ലായ്മ നമുക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് മനസ്സിന് ഏകാഗ്രതയൊക്കെ പിടിച്ച് നമ്മൾ സ്വച്ഛത വേണം. നമുക്ക് മനസ്സിന് അതായത് സുഖത്തിനും ദുഃഖത്തിനും സമചിത്തതയൊക്കെ ആയി വന്നില്ലെങ്കിലുള്ള അവസ്ഥ നമുക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നും. എന്നെ ഇതൊക്കെ പറഞ്ഞില്ലയോ, ഇത്ര ഇല്ലായ്മ, അല്ലെങ്കിൽ അത് ചെയ്ത് ഇത് ചെയ്ത് നമുക്ക് ചത്തുകളയാം. എങ്ങനെ എത്രയോ പേര് നിരപരാധികൾ മരിക്കുന്ന ഈ പുരുഷന്മാർ വേണ്ടാത്തത് ചെയ്ത് വേണ്ടാത്തത് പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും ആയുമ്പോൾ പിന്നെ ജീവിച്ചിരിക്കേണ്ടത് പറഞ്ഞാൽ തോന്നലുണ്ടാകും. അതെന്താ കാരണം? അവർക്കും ആ ദുഃഖത്തിൽ നിന്ന് അവർക്ക് കരകയറാൻ പറ്റത്തില്ല. എന്നാ അങ്ങ് പൊക്കളയാം, തീരാം. എന്താ, മനസ്സിനെ പിടിച്ചാൽ കിട്ടുന്നില്ല. ഇന്ദ്രിയങ്ങളെയൊന്നും അടക്കാതെ കഴിയുന്നവർക്ക് അങ്ങനെ. ഇന്നത്തെ കാലത്ത് കുറേ ഇന്ദ്രിയങ്ങൾക്ക് അടക്കിയ മനസ്സമാധാനമൊക്കെ വേണമെങ്കിൽ എല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്ത് സമചിത്തത ഉണ്ടാക്കിയെടുക്കണം. എന്ത് വന്നാലും സഹിക്കാനുള്ള സമചിത്തതയും ദുഃഖത്തിലും പിന്നെ സുഖത്തിലും
യാതൊന്നുമില്ല, സമമായിരിക്കണം. ഒരാൾ ദുഃഖം തന്നോ, ദുഃഖിക്കാൻ പോകരുത്. സുഖമാണോ, സുഖിക്കേണ്ട, രണ്ടും വേണ്ട. സുഖം തന്നാലും അതിൽ സന്തോഷിക്കുകയും വേണ്ട, ദുഃഖം വന്നാൽ ദുഃഖിക്കുകയും വേണ്ട. അപ്പോഴും മനസമാധാനത്തിൽ ഈശ്വരനായിട്ട് ലയിക്കാൻ ശ്രമിക്കുക. ഈശ്വരനായിട്ട് ആ ഒരു മനസ്സിനെ ഏകാഗ്രമാക്കി വെക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് വന്നാലും സഹിക്കാനുള്ളത് ഇതൊരു നമ്മുടെ ആനന്ദം എങ്ങും നഷ്ടപ്പെട്ടു പോകത്തുമില്ല. ആര് നമ്മളെ ദ്രോഹിച്ചാലും നമുക്ക് നമ്മൾ ഈശ്വരനെ പിടിച്ച ആ ആനന്ദം, ആ ലഹരി നമ്മൾ തന്നെ ഉണ്ടാകും. ഒരിക്കലും എങ്ങും പോകത്തില്ല. ആര് പോക്കാൻ ശ്രമിച്ചാലും നടക്കത്തില്ല. കാരണം നമ്മൾ അങ്ങനെ നിശ്ചല മാനസനായി ഒരു ജ്ഞാനം ഉറച്ചതാണ്. ആ ഉറച്ച ജ്ഞാനമുള്ളൊരു വ്യക്തിയെ എന്ത് തടസ്സങ്ങൾ ആരെല്ലാം എന്തെല്ലാം ചെയ്തുകൊണ്ട് തലമണ്ടയിൽ കൂടെ വന്നാലും കുലുങ്ങത്തില്ല. അതാണ് ഉറച്ച ജ്ഞാനമുള്ളവർ. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ആകാൻ. അങ്ങനെ ആയില്ലെങ്കിൽ ആണ് ഈ കഷ്ടപ്പാട് ദുരിതങ്ങൾ. ചിലർക്ക് കുഴപ്പമൊന്നുമില്ല. ചിലർ നന്നായി ഒരു കുടുംബം എത്രമാത്രം നന്നായി പോകുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ഭക്തനാണ്, ഒരു ഭക്തനോ ആണെങ്കിലാണ് ഈ പ്രശ്നം. ഇരുകൂട്ടരും ഒരുപാടാണെങ്കിൽ നടന്നു പോകും. ഒരിക്കലും ഈശ്വരജ്ഞാനമുള്ള ഒരു സ്ത്രീക്കോ പുരുഷനോ ഒരു ഈശ്വരജ്ഞാനം ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഞാനിന്ന് അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഒരിക്കലും അത് മുന്നോട്ട് പോകാൻ നമുക്ക് അനുവദിക്കാത്ത രീതിയിലാണ് ഈ ഭാര്യയ്ക്ക് ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യ രണ്ടുപേരും ഒരുപോലാണെങ്കിൽ തട്ടിമുട്ടി അങ്ങ് പൊക്കോളും, പ്രശ്നമില്ല. കാരണം ഈ യഥാർത്ഥ ജ്ഞാനിയുടെ ലക്ഷണം അല്ലല്ലോ അല്ലാത്തവർക്ക്. ഒരു പാമ്പിൻ്റെ കാര്യം നമ്മൾ ഒരു പാമ്പിന് നന്മ തിന്മ തിരിച്ചറിഞ്ഞിട്ടല്ല ഒരു വ്യക്തിയെ കടിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ അസുരഗണങ്ങളായിട്ടുള്ള സാത്താനെ പോലുള്ള മനുഷ്യരും അത് തന്നെയാണ്. നമ്മൾ ഇരു കൂട്ടോടെ ചേർന്ന് അതെന്താ വെച്ചാൽ ഒരു ഭക്തയ്ക്ക് ഇതെന്താ കാരണം വെച്ചാൽ ഈ ഭക്ത ഇതിൽ കൂടെ പഠിച്ചു പോകുന്നത്. എല്ലാം തരണം ചെയ്യാൻ പഠിക്കാൻ വേണ്ടി ദൈവം തന്നെ നമുക്ക് മുൻകൂട്ടി കണ്ടു കിട്ടി വെച്ചേക്കുന്ന സാത്താനെയാണ്. സാത്താനിൽ കൂടി നമ്മളെ മുന്നോട്ട് പോകണം. അത് അസുര ജനങ്ങളായിട്ട് ദേവഗണമായിട്ട് എങ്ങനെ നന്നായി എല്ലാം പഠിച്ച് ഇതെല്ലാം ശരിയായിട്ട് പഠിച്ചു പോകണമെങ്കിൽ ഇത് രണ്ടും വേണം. അത് ദൈവം അറിഞ്ഞു തന്നെയാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ അല്ലാതെ മറ്റെങ്ങും പോയി പഠിക്കാൻ പറ്റും. നമ്മുടെ കുടുംബത്തിൽ തന്നെ കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെ ഓരോ രീതിയിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ എത്രത്തോളം ഇതെല്ലാം കരകയറി എന്നറിയാൻ. ഇപ്പോൾ സമചിത്തത, ഇപ്പോൾ ഞാൻ എല്ലാത്തിനും മുക്തനായ ഞാൻ വിരക്തി നേടി, മക്കളിൽ നിന്നെല്ലാം വിരക്തി മനസ്സിനെല്ലാം മാറി. പക്ഷേ എന്താ പറയുക, ഇപ്പം എന്താ വന്നേക്കുന്നത്, സമചിത്തതയായോ എന്നറിയാനുള്ള പാഠം ഇപ്പം എനിക്ക് കിട്ടിയേക്കുന്നത്. ഞാനിപ്പോൾ സമചിത്തതയായി, അതും കറക്റ്റായി. കാരണം ഇപ്പം ഞാൻ എപ്പോഴും എനിക്കിപ്പം ഇതിനകത്ത് തന്നെ ഇരിക്കേണ്ട ഒരവസ്ഥയാണല്ലോ. അപ്പോൾ അതിനൊക്കെ ചിലപ്പം ബ്രേക്ക് ഇടണമെന്നുള്ള ചിന്തകളുള്ളവർ കാണുമല്ലോ. അപ്പം നമുക്കത് മനസ്സച്ഛത അല്ലാത്ത രീതിയിലൊക്കെ ആവുക. അപ്പം നമുക്കെന്ത് വേണം, നമുക്ക് അതിലങ്ങ് ഒരു സങ്കടപ്പെടുത്തിയാൽ സങ്കടവും വേണ്ട, അത് ദുഃഖവും വേണ്ട. അതിൽ നിനക്കുള്ള ഇതൊക്കെ കൊള്ളാം നല്ല എന്ന് പറഞ്ഞാൽ അത് സന്തോഷിക്കുകയും വേണ്ട. അപ്പോൾ എല്ലാത്തിനും നമുക്ക് സമചിത്തതയായി വരണം. ഇപ്പം എനിക്കതിൽ ജയം കിട്ടി. എനിക്ക് തന്നെ മനസ്സിലായി ഭഗവാൻ ഓരോന്ന് അവസരം നമുക്ക് ഒരുക്കി തരുന്നതാണെന്ന്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഒരു ഭക്തയുടെ വീട്ടിൽ ഒരു ഈശ്വരനെ അറിയുന്ന ഒരു വ്യക്തിക്കാണ് അങ്ങനെ തരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ പാഠം പഠിപ്പിക്കാനാണ് ഓപ്പോസിറ്റുള്ള ആൾക്കാർ നമുക്ക് തരുന്നതെന്ന്. അതുകൊണ്ട് ക്രോധത്തിൽ നിന്ന് അവിവേകം, അത് അറിവില്ലായ്മ ഉണ്ടാകുന്നു. അത്ര നോത്തം ദേഷ്യം അങ്ങേറ്റമാണ് അറിവില്ലായ്മ. എന്താ കാരണം, എന്തിങ്ങ് ചെയ്യും, ഒരു ഓർമ്മയില്ലാതെ. കാരണം എന്താ, ആ അറിവില്ലായ്മയിൽ നിന്ന് എന്ത് വരുന്നു, ഓർമ്മക്കുറവ് വരുന്നു. അപ്പം ക്രോധം മുറ്റി വരുമ്പോൾ നമുക്ക് അറിവില്ലായ്മ. അതുകൊണ്ടാണല്ലോ രണ്ടും കൽപ്പിച്ച് എന്തും ചെയ്യുന്നത്. ഒന്നീ ആത്മഹത്യ, അല്ലെങ്കിൽ മറ്റുള്ള രണ്ട് കൊടുത്ത്, അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുക. ഇതൊക്കെ എന്താ, അറിവില്ലായ്മ. എവിടെ നിന്ന് സംഭവിച്ചു, ക്രോധത്തിൽ നിന്ന്. അത്രമാത്രം താല്പര്യത്തോടെ കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നത് അത് പ്രതിബന്ധം വന്നാൽ അപ്പോൾ അവിടെ അറിവില്ലായ്മ, വിവേകമില്ലായ്മ വരും. അവിവേകം, അങ്ങനെ അവിവേകത്തിൽ നിന്ന് ഓർമ്മയില്ലായ്മ വരും. ആ ഓർമ്മയില്ലായ്മ വരുമ്പോഴാണ് അന്നേരം എന്തും അങ്ങ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഓർമ്മ വരുന്നത്, അയ്യോ ഞാൻ എന്താ ചെയ്തതെന്ന്. ഇന്ന് അമ്മമാരെ ഒരുപാട് അമ്മയൊക്കെ വെട്ടുന്നു, ഇതൊക്കെ ചെയ്യുന്ന എന്താ, ഓർമ്മയില്ല. ചിലപ്പോൾ മദ്യപിച്ച് ഓർമ്മയില്ലാതെ വരും. അല്ലാതെ ക്രോധം കൊണ്ടും നമ്മുടെ ആ ഒരു ക്രോധഗ്രന്ഥി അങ്ങേ അറ്റമാകുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ ശരീരത്തിൻ്റെ ഗ്രന്ഥിയുടെ കുഴപ്പമാണ്. ഓരോ കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുന്നത്. അതിനെല്ലാം തരണം ചെയ്യാൻ ഈശ്വരജ്ഞാനം മാത്രമേ, ഭക്തി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഒരാളങ്ങനെ നമ്മളുടെ അടുത്ത് വന്നാൽ പോലും നമുക്ക് സമാധാനവും ശാന്തിയും കിട്ടണമെങ്കിൽ നമ്മൾക്കിതെല്ലാം ആയി വരണം. അതുകൊണ്ട് ഓർമ്മയില്ലായ്മ വരും. അങ്ങനെയാണ് ശാസ്ത്രങ്ങളും ആചാര്യൻ ഉപദേശിച്ച അർത്ഥജ്ഞാനവും ഓർമ്മയില്ലായ്മ സംഭവിക്കുന്നു. നമ്മളിതെല്ലാം പഠിച്ചു വയ്ക്കും. ഇപ്പം ഇങ്ങനെ ഇതുപോലെ ആരും ഒന്നും ചെയ്തുകൂടാ, ഉപദ്രവിച്ചുകൂടാ, ഇതൊക്കെ ആചാര്യൻ ഉപദേശിച്ചതും ഈ ഭഗവത്ഗീതയൊക്കെ നല്ല ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് നന്നായിട്ട് ഇരിക്കും. പക്ഷേ ആസക്തി കൊണ്ട് എല്ലാത്തിനും വിടുവിക്കാതെ ഈ ലോക ചിന്തയിലുള്ള ആസക്തി വരുമ്പോൾ, ആഗ്രഹം വർദ്ധിച്ചു വരുമ്പോൾ അത് തടസ്സം ഉണ്ടാവും, ക്രോധം ഉണ്ടാവുന്നു.
ഈ ക്രോധം അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ അറിവില്ലായ്മ ഉണ്ടാകുന്നു. അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? ഓർമ്മക്കുറവ് വരുന്നു. ഓർമ്മക്കുറവ് നിന്ന് എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ ശാസ്ത്രവും പഠിത്തവും എല്ലാം അങ്ങ് മാറും. എന്താ? ഓർമ്മയില്ല. ഒരു ഗുരു ഉപദേശിച്ചു തന്ന കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടുകളയും. അവിടേക്ക് കടക്കുന്നത് ഇത് ഈ ഓർമ്മക്കുറവുകൊണ്ട് എന്തെല്ലാം സംഭവിക്കുക, അതെല്ലാം കഴിയട്ടെ, അയ്യോ ഗുരു എന്നാ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നല്ലോ, പക്ഷെ നടന്നില്ലല്ലോ, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഓർക്കുന്നത്. അതുപോലെ ക്രോധത്തിൻ്റെ ഊക്കൊണ്ട് അറിവില്ലായ്മയും ഓർമ്മക്കുറവും വന്നിട്ടാണ് ഈ ശാസ്ത്രങ്ങൾ, ഈ വായിക്കുന്ന ഭഗവത്ഗീത എന്തെല്ലാം ഗുണഗണങ്ങളാണ് അതൊക്കെ അങ്ങ് മറക്കും. എന്തൊക്കെ ചെയ്തുകൂടാ അതൊക്കെ അങ്ങ് ചെയ്യും, ഓർമ്മയില്ല. ചെയ്തിട്ട് അപ്പം ആചാര്യൻ, ഒരു ഗുരു ഉപദേശിച്ച അർത്ഥജ്ഞാനവും ഓർമ്മയില്ലായ്മ സംഭവിക്കുന്നു. ആ ഓർമ്മയില്ലായ്മ കൊണ്ട് ഈ പറഞ്ഞ ഉപദേശങ്ങളെല്ലാം അങ്ങ് മറക്കുന്നു. ആ സമയം ഓർമ്മക്കേടിൽ നിന്ന് ബുദ്ധിനാശം ഭവിക്കുന്നു. അപ്പോൾ ആ ഓർമ്മക്കേടിൽ നിന്ന് ബുദ്ധിനാശം ഭവിക്കുന്നു. ബുദ്ധിനാശം ഹേതുവായിട്ട് അവൻ മൃതപ്രായനായി നശിക്കുന്നു. അപ്പം മൃതപ്രായനായി മരണത്തിന് തുല്യമായി അങ്ങനെ ആണ് സംഭവിക്കുന്നത്. ലോകത്തെല്ലാം അങ്ങനെയാണ്, മരണത്തിന് തുല്യമായി അങ്ങനെ ചത്തനൊക്കുമേ ജീവിച്ച് അങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടാ. പട്ടര കണക്കൊക്കെ എത്രയോ എണ്ണം അങ്ങനെ അങ്ങ് വെള്ളം അടിച്ചും മയക്കുമരുന്ന് കഴിച്ചും ഒരു വിവരമില്ലാതെയും ബുദ്ധിനാശം പിടിച്ച് അങ്ങനെ പട്ടര പോലെ നടക്കുന്നില്ലേ? അതെല്ലാം ഇതാ സംഭവം. വിചാരിച്ചിരിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ ഇത് ഇവിടം വരെ എത്തും. മൃതപ്രായനായിട്ട് അങ്ങ് അവിടം വരെ എത്തിക്കഴിഞ്ഞു. മരണത്തിൻ്റെ തുല്യം പോലെ ഇങ്ങനെ നടക്കുക, ജീവനുണ്ടെന്നേ ഉള്ളൂ, അങ്ങനെ അങ്ങ് പോകുന്നു. 64-ാമത്തെ ശ്ലോകം. രാഗദ്വേഷവിയുക്തേസ്തു വിഷയാനിന്ദ്രിയൈച്ഛരൻ ആത്മവിഷയർവിധേയാത്മാ പ്രസാദം അധിഗച്ഛതി. രാഗദ്വേഷരഹിതങ്ങളായും തനിക്ക് സ്വാധീനങ്ങളായും ഇരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് അന്നപാനാദി വിഷയങ്ങളെ അനുഭവിക്കുന്നവനായാലും സ്വാധീനമായ മനസ്സോടുകൂടിയവൻ ശാന്തിയെ, മനസമാധാനത്തെ പ്രാപിക്കുന്നു. നമുക്കിപ്പം ജീവനുണ്ട്, നമുക്ക് വീട്ടിൽ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ നമുക്ക് അന്നപാനാദി കഴിക്കാൻ പറ്റുമോ? വെറുതെ അന്നം എന്ന് പറയുമ്പോൾ അന്നം മുമ്പിൽ വരുമോ? പാനീയം എന്ന് പറയുമ്പോൾ പാനീയം മുമ്പിൽ വരുമോ? ഇതെല്ലാം നമുക്ക് ഒരുക്കി കൂട്ടി വേണ്ടത് കൊണ്ടുവരിക, വേണ്ടുന്ന രീതിയിലെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ള മുമ്പിൽ ആഹാരമായി വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ പല പല കാര്യങ്ങൾ ഒരു വീട്ടിൽ ചെയ്യേണ്ടി വരും. എന്നാലും മനസ്സിനെ സ്വാധീനമാക്കി വയ്ക്കുന്ന ഒരാളാണ്. മനസ്സമാധാനവും എല്ലാം എന്താ സ്വാധീനമായ മനസ്സോട് കൂടിയാണ്. കാരണം നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെല്ലാം നമ്മുടെ സ്വാധീനം തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ നമുക്കിതൊക്കെ ചെയ്യാതിരിക്കാനൊക്കെ ഒരു ഗൃഹമാകുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ വനത്തിൽ കാണാൻ പോകണം, നമ്മളൊരു ഗൃഹത്തിൽ വസിക്കുമ്പോൾ ഇതെല്ലാം ചെയ്തെങ്കിലേ പറ്റൂ. നമ്മുടെ കൂടുള്ളവർക്ക് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കാണും, അവർക്കും എല്ലാം നമ്മളെല്ലാം ചെയ്യുക ആവുമെങ്കിൽ ആവൂലെങ്കിൽ വേണ്ട, എന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമല്ലോ. നമുക്ക് വെറുതെ വിശപ്പെന്ന് ആരും നമ്മുടെ മുമ്പിൽ കൊണ്ട് തരുമോ? അതൊന്നുമില്ല. അപ്പം നമ്മൾ അന്നപാനാദി വിഷയങ്ങളെ, അപ്പം വിഷയങ്ങൾ പറഞ്ഞാൽ അന്നപാനാദി വിഷയങ്ങൾ. അപ്പം ഈ ലോകത്തുള്ള എല്ലാ കുടുംബത്തും എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അത് നമുക്ക് വേണം. അല്ലാതെ നമ്മൾ വെറുതെ തപസ്സിരുന്ന് വായു ഭക്ഷിച്ചിട്ട് ഇരിക്കുകയാണോ ചെയ്യുക? നമ്മൾ വിഷയങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവർ, ഇപ്പോൾ ഒരു ഭക്തൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഒരു നിശ്ചലജ്ഞാനിയായ ഒരു യോഗിയുടെ കാര്യം പറയാം. ആ യോഗിക്കും ഈ മറ്റുള്ളവർ നോക്കുമ്പോൾ നമുക്കും വീടും പറമ്പൊക്കെ വൃത്തിയാക്കുക, അവിടെ എന്തൊക്കെയാണ് തൂക്കുക, വാരുക, ഇതൊക്കെ ചെയ്യുക, ആഹാരം പാചകം ചെയ്യുക, ഇതെല്ലാം നമുക്കും ആവശ്യമുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ സ്വാധീനമാക്കിയതാണ് താനും. അതുകൊണ്ട് കാണികൾ വിചാരിക്കുക അവർ വലിയ സന്യാസി അല്ല, ഇന്നാരും വലിയ സന്യാസി, പക്ഷേ അവിടെ ആ കന്നതൊക്കെ ചെയ്യാമായിരുന്നല്ലോ. എങ്ങനെയാ കർമ്മം ചെയ്യണ്ടേ? നമ്മുടെ മനസ്സിനെ സ്വാധീനമാക്കിക്കൊണ്ട് നമ്മൾ കർമ്മം ചെയ്യണമെന്ന് ഈശ്വരൻ പറഞ്ഞിട്ടില്ല. പലേച്ച കൂടാതെ കർമ്മം ചെയ്യണം. എല്ലാ കർമ്മം മരിക്കോളം ആവുന്നത്തോളം ചെയ്യണം. തീരെ കിടപ്പാണെങ്കിലേ ഉള്ളൂ, വയ്യാതാണെങ്കിലേ ഉള്ളൂ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കാര്യം നമുക്ക് ചെയ്യാം, ആര് ചെയ്തു തരും? അപ്പോൾ അതുകൊണ്ട് അന്നപാനാദി വെച്ചാൽ അന്നം, ജലമായാലും ആഹാരമായാലും അതിന് വേണ്ടുന്ന സർവ്വ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്യണം. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മൾ രാഗദ്വേഷാദി രഹിതങ്ങളാണ്. ഈ രാഗവും ദേഷ്യവും എല്ലാം നമ്മൾ പിൻവലിച്ച് ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടി. എന്നാലും തനിക്ക് സ്വാധീനങ്ങളായും ഇരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട്, നമുക്ക് സ്വാധീനമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളാണ്, ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് മറ്റു ജോലികൾ നമുക്ക് വേണ്ടത് ചെയ്യാൻ പറ്റൂ. ഇന്ദ്രിയങ്ങളെ അടക്കി ഉള്ളിലങ്ങ് വെച്ചാൽ നമുക്കുള്ള കാര്യം ചെയ്യാനൊക്കുമോ? കയ്യെ നീ അകത്തിരുന്ന ഒന്നും അങ്ങോട്ട് പോയി എന്ന് കർമ്മങ്ങളും ചെയ്യുന്ന ഈ കൈ ഇങ്ങനെ അമ്മയ്ക്ക് അങ്ങ് ആ കർമ്മേന്ദ്രിയം അമ്മ ചെയ്തായിരുന്നാൽ പറ്റുമോ? ആ സ്വാധീനത്തിലാണ്, പക്ഷെ നമുക്കെല്ലാം ചെയ്തേ പറ്റൂ. മനസ്സ് അവിടെ ചെന്ന് അത് ഇന്നതെടുക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുന്ന അതിന് ഇപ്പോൾ ഒരു കറി വെക്കണം, അതിന് സ്വാദ് നോക്കണം, അതുകൊണ്ട് ആ രസനേന്ദ്രിയം നീ അത് നോക്കണ്ട എന്ന് പറയാൻ പറ്റുമോ? മൂക്കൊണ്ട് മണക്കണം, ഇതെല്ലാം നമ്മൾ ചെയ്തേ പറ്റൂ. പക്ഷേ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നമ്മുടെ സ്വാധീനത്തിലാണ് താനും. നമ്മൾ കർമ്മം ചെയ്യുകയും വേണം, കാരണം നമുക്കിതൊക്കെ ആവശ്യമുണ്ട്.
മരണം വരെ എല്ലാം വേണം. അതുകൊണ്ട് തനിക്ക് സ്വാധീനങ്ങളായി ഇരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട്, അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് തന്നെ നമ്മൾ അടക്കി പൊതിഞ്ഞ് അതിനെ വധിച്ച് വെച്ചേക്കുവാണ്. തുറന്നു വിടാതെ അതിനെ വധിച്ച് അകത്ത് ഉൾക്കൊണ്ട് ആമ എങ്ങനെ തലയും കാലും എല്ലാം ഉള്ളിൽ വലിക്കുന്നത് നമ്മൾ വലിച്ചു വെച്ചേക്കുക. എന്നാലും അന്നപാനാദി വിഷയങ്ങളെ ഇവിടെ നമുക്ക് കുളി, ജപം, ആഹാരങ്ങൾ, പല പല കാര്യങ്ങൾ, ഇറങ്ങിപ്പോലൊക്കെ വാങ്ങിക്കാൻ പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ഇത് ചെയ്തേ പറ്റൂ. അതാണ് അന്നപാനാദി വിഷയങ്ങളെ. അപ്പോൾ സർവ്വതും അനുഭവിക്കുന്നവനായാലും അങ്ങനെ നമ്മളെല്ലാം ചെയ്യുന്നവനാണ്. എന്നാലും സ്വാധീനമായ മനസ്സോട് കൂടിയവൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യും. സ്വാധീനമായ മനസ്സ് നമ്മളെ ഉള്ളിൽ നമ്മൾ തന്നെ നമ്മുടെ സ്വാധീനം തന്നെ ഇരിക്കുകയാണ് ഈ ഇന്ദ്രിയങ്ങളും മനസ്സും. അപ്പോൾ അങ്ങനെയുള്ള മനസ്സോട് കൂടിയ ശാന്തിയെ, മനസ്സമാധാനത്തെ പ്രാപിക്കുന്നു. അതിൻ്റെ ഉദാഹരണം ഞാനിപ്പോൾ പറഞ്ഞത്, ഇവിടെ നമ്മുടെ വീട്ടിൽ പല പല ആൾക്കാരുണ്ട്. പല പല ആൾക്കാർ വെച്ചാൽ പല സ്വഭാവത്തോടെ. ഇപ്പം മക്കൾ വേറൊരു സ്വഭാവമായിരിക്കും, അതായത് രജോ ഗുണം, തമോ ഗുണം, ഇങ്ങനെയുള്ളവരെല്ലാം കൂടെ ചേർന്നാണ് ഒരു കുടുംബം. അപ്പം സാത്വിക ഗുണമുള്ള ഒരു ഭക്തനാണ് ഒരു സന്യാസി, അല്ലെങ്കിൽ ഒരു നിശ്ചല മാനസനോട് കൂടിയ ഒരു യോഗി. ആ യോഗിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റുള്ളവർ, നമ്മുടെ കൂടെ ഉള്ളവർ. അവർ നമുക്ക് വേണ്ടാത്തതൊക്കെയാണ് ചെയ്തു വയ്ക്കുന്നത്. നമുക്കുള്ള മനസ്സിന് ചെയ്യേണ്ട കാര്യങ്ങൾ ആർക്കില്ല അവരുടെ കയ്യിൽ നിന്ന് വരുന്നതൊക്കെ. നമ്മൾ അത് കണ്ട് സഹിച്ചും ക്ഷമിച്ചൊക്കെ കണ്ട് അതിൽ തന്നെ നിന്ന് ജീവിച്ചെങ്കിലേ പറ്റുള്ളൂ. കാരണം എന്താ, നമ്മളെ ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കി, നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്വാധീനം തന്നെയാണ് നമ്മളെ ഇന്ദ്രിയങ്ങളും മനസ്സും ഇരിക്കുന്നത്. അതുകൊണ്ട് എന്ത് വരുന്നു, ഇങ്ങനെയുള്ള ഈ ദുഷ്ടപാമ്പ്, ഈ മൂർഖൻ എല്ലാവരെയും കടിക്കുന്ന പോലെ ഈ മറ്റ് തമോ ഗുണമുള്ളവർ നമ്മളെല്ലാവരെയും അവിടെ ഇന്നാരെ ഉപദ്രവിച്ചൂടാ, അതൊരു ഈശ്വരഭക്തിയാ അല്ലെങ്കിൽ ഒരു യോഗിയാ എന്ന് കരുതത്തൊന്നുമില്ല, അവർ കടിക്കും നമ്മളെ. കാരണം എന്താ, പാമ്പിൻ്റെ സ്വഭാവമുള്ള മൂർഖൻ്റെ സ്വഭാവമുള്ളവരായിരിക്കും നമ്മുടെ കൂടെ ഉള്ള തമോ ഗുണക്കാർ. അത് നമ്മൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അത് മക്കൾക്ക് മനസ്സിലാക്കാൻ കാരണം പല കുടുംബത്തിൽ നിന്നുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മുടെ സ്വാധീനം തന്നെ ഇരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇതുപോലെ ഏടാഗുണങ്ങളൊക്കെ ഉണ്ടാക്കി തരാൻ ഇവിടെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ എന്താണ്, ഒറ്റയ്ക്ക് കഴിയണം. നമുക്ക് ഈ ഒറ്റയ്ക്ക് തന്നെ കഴിയുന്നത്. പക്ഷേ നമ്മൾ പെട്ടവർ ഇടയ്ക്കിടയ്ക്ക് വരികയൊക്കെ ചെയ്യുമല്ലോ, ഇതിലും കൂടെ വന്ന് താമസിക്കും ഒക്കെ ചെയ്യും. അയ്യോ ഞാനും കൂടെ വന്ന് കണ്ടിട്ട് ഞാൻ ഇന്നതുപോലെ എന്നൊക്കെ പറയാം. നമ്മൾ കഷ്ടമല്ലേ പോട്ടെന്ന് നമ്മളും പിടിച്ച് നിർത്തും. പക്ഷെ നമുക്ക് വീണ്ടും ഉപദ്രവമാ. എന്താ കാരണം, അവർ തമോ ഗുണക്കാരാണ്. എന്തിനാ അവർ കൂടെ വന്ന് നിൽക്കുന്നറിയാമോ, നമ്മുടെ മനസ്സിനെ എത്രത്തോളം നമ്മൾ സമചിത്തതയാക്കി എന്നറിയാൻ ഭഗവാൻ തരുന്ന ഓരോ പാഠങ്ങളാണ്. ഇവരെന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ നമുക്ക് ദുഃഖമാണ് തരുന്നത്. തമോ ഗുണക്കാർ, സാത്വികർ ദുഃഖമേ തരത്തുള്ളൂ, സന്തോഷം തരത്തില്ല. സന്തോഷം തന്നാലും നമുക്ക് എന്ത് വേണം, സമചിത്തത വേണം. ഇവരിൽ നിന്ന് നമുക്കൊരു പാമ്പിൽ നിന്ന് കടിയാണ് കിട്ടുന്നത്. അതുപോലെ ഈ തമോ ഗുണക്കാരിൽ നിന്ന് നമുക്ക് ദ്രോഹമാണ് കിട്ടുന്നത്. നമ്മൾ അവിടെയും നമുക്ക് സമചിത്തത വേണം. സമചിത്തത ഉണ്ടെങ്കിൽ എന്താ വരും, നമുക്ക് ദുഃഖമില്ല. ദുഃഖത്തിൽ നമുക്ക് ദുഃഖമില്ല, സുഖത്തിൽ നമുക്ക് സുഖവും ഇല്ല. സമചിത്തത അങ്ങനെയാണ്. ഒരാൾ ദുഃഖം തന്നോ ഒരു കുഴപ്പമില്ല, ഒന്നും അറിയില്ല. മറ്റു മുമ്പൊക്കെ അങ്ങനെയല്ലായിരുന്നു. എനിക്ക് സമചിത്തത കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഇവരൊക്കെ ഇങ്ങനെ ഈ പാമ്പിൻ്റെ രീതിയാണല്ലോ തമോ ഗുണക്കാർ, എന്നും ഒരു 10 ദുഃഖവും തന്നിരിക്കും. അപ്പോൾ എനിക്ക് കരയാനേ സമയം കാണും. ഇപ്പോൾ എനിക്ക് ദുഃഖത്തിൽ ദുഃഖമില്ല, ഇച്ചിരി സന്തോഷമേ ഉള്ളെന്ന് കൂട്ടിക്കോ. സന്തോഷം തന്നാലും നമുക്ക് ദുഃഖവും വേണ്ട, സുഖവും വേണ്ട. ദുഃഖത്തിൽ നമുക്ക് സുഖവും ദുഃഖവും വേണ്ട. സമചിത്തത അങ്ങനെ, ദുഃഖത്തിൽ ദുഃഖവും വേണ്ട, സുഖം തന്നാലോ സുഖവും വേണ്ട. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് ഇപ്പോൾ എനിക്ക് എന്താണ്, ഇപ്പം ഒരാൾ ഇന്നിപ്പോൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടിരിക്കുക, പക്ഷേ എനിക്കതിലൊക്കെ ഒരു ദുഃഖവും തോന്നുന്നില്ല. എനിക്ക് ഭഗവാന്റെ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം എന്നെ ഇങ്ങനെയൊക്കെ കാണാൻ പഠിപ്പിക്കുന്നതെന്ന്. കാരണം നമ്മൾ സമചിത്തത ആയോ എന്നറിയാൻ ഭഗവാൻ ഓരോ പാഠങ്ങൾ തന്നെ ഇങ്ങനെയുള്ളവരെ കൂടെ കൊണ്ടിടും ഇവിടെ. കാരണം തമോ ഗുണവും സാത്വിക ഗുണവും രജോ ഗുണമൊക്കെ ഓരോരുത്തർക്ക് ചേരുന്നതല്ല. രജോ ഗുണം വെച്ചാൽ കിട്ടിയത് പോരാ. ഇത് തമോ ഗുണം വെച്ചാൽ അത്രമാത്രം വെറും അസുരൻ്റെ സ്വഭാവം കാണിക്കുന്നതാണ് തമോ ഗുണം. ഒരിക്കലും സാത്വികമായിട്ട് ചേരത്തില്ല. അപ്പോൾ അവർ ചെയ്യുന്നതെല്ലാം തെറ്റുകളാണ് ചെയ്യുന്നത്. നമുക്കൊരിക്കലും നമുക്ക് പിടിക്കാൻ, അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത വണ്ണമാണ്. പക്ഷെ ആ ദുഃഖം തരുന്ന ആ കൊള്ളരാമ കണ്ട പാമ്പിൻ്റെ കടി എങ്ങനെ, അവിടെ നന്മ തിന്മ അറിഞ്ഞല്ല പാമ്പ് കടിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ സാത്താൻ എന്ന് പറയാൻ. നമുക്ക് ഈ അസുരന്മാരെ നമുക്ക് സാത്താൻ വേണം പറയാൻ. അവരൊന്നും നമ്മൾ നന്മ പ്രതീക്ഷിക്കേ വേണ്ട. ഈ സമചിത്തത എന്നുണ്ടായി അന്നോട്ട് എനിക്ക് ആര് ദുഃഖിപ്പിച്ചാലും ആര് സന്തോഷിപ്പിച്ചാലും എനിക്ക് യാതൊരു അലുക്കുലുക്കവും വരുന്നില്ല. ദുഃഖിച്ചെന്ന് പറഞ്ഞൊരു ദുഃഖവും വരുന്നില്ല, കരച്ചിലും ഇല്ല, ഒന്നുമില്ല. സന്തോഷം പറഞ്ഞാലോ അതിലെങ്കിൽ ഒരു സന്തോഷവും തോന്നുന്നുമില്ല. അപ്പം ഞാൻ
ഇതിൽ ജയിച്ചതില്ലയോ എന്ന് എനിക്ക് അതിൻ്റെ സന്തോഷമാണ്. ഭഗവാൻ ഇപ്പം എന്നെ പരീക്ഷണം അതാ തന്നേക്കുന്നത്. എല്ലാവർക്കും ഉണ്ട് മക്കളെ പരീക്ഷണങ്ങൾ. പക്ഷേ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുന്നതൊക്കെ പരീക്ഷണമാണെന്ന്. കാരണം ഞാൻ അവിടെ അറിയാതെ തന്നെ ഇതൊക്കെ ജയിച്ചു കഴിഞ്ഞു. കാരണം എനിക്ക് ദുഃഖമില്ല. മറ്റതങ്ങനെയല്ല. ഇത്രയും വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇത് പറയുക ചെയ്യുമ്പോൾ നമ്മൾ നന്മ ചെയ്യുന്നതിനകത്ത് ഈ ദ്രോഹികൾക്ക് അതൊക്കെ നന്മയായിട്ട് തോന്നത്തില്ല. അവർക്കതൊക്കെ വല്ലാത്ത വേറൊരു ചിന്തയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ദുഃഖിക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ തന്നെ എന്താ മനസ്സമാധാനം എങ്ങനെ വന്നു? സമചിത്തത. ഈ പ്രാർത്ഥനയിൽ കൂടി ഈശ്വരനോട് പറയും, ഭഗവാനെ എനിക്ക് സമചിത്തത തരണം, എനിക്ക് ഇതിൽ നിന്നെല്ലാം വിരമിക്കണം, എൻ്റെ മക്കളുള്ള ഞാൻ പ്രത്യേകിച്ച് ഈ വിശാല ഹൃദയ എനിക്ക് മക്കളെന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സർവ്വപേരെയും സ്നേഹിക്കുന്ന എനിക്ക് മക്കളാരും എന്നെ പറയണോ? അത്രയ്ക്കായിരുന്നു എനിക്ക് മക്കൾ എന്നുള്ള ആ പ്രേമം. അത് എനിക്ക് ഒരിക്കലും ഈ മക്കൾക്കൊന്നും അങ്ങനെ ഇല്ലതാനും, അവരെല്ലാം അകമയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ അല്ല. അത് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എനിക്ക് മാറ്റം കിട്ടുമെന്ന്. എനിക്കത് പറ്റത്തില്ലായിരുന്നു. ആ മക്കളുള്ള സ്നേഹം അത് മൃഗത്തിനോടും അങ്ങനെയാണ്. അപ്പം പിന്നെ പ്രസവിച്ച മക്കളെ ഇപ്പം ഞാൻ പറയും, ഭഗവാനെ എനിക്ക് അതിൽ നിന്ന് വിരമിച്ചതാണ്. എനിക്കിത് ഒരു ദിവസം ഒന്ന് വിളിച്ചില്ലെങ്കിൽ എനിക്ക് അങ്ങ് കരച്ചില്ല. ഇപ്പം എനിക്ക് കുറച്ച് നാളുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് ഞാൻ വിരമിച്ച് കഴിഞ്ഞ് അതിനെല്ലാം മുക്തി നേടി. എനിക്ക് മക്കളുള്ളൊരു മമത എല്ലാം പോയി. അപ്പോൾ ഈശ്വരൻ ഓരോരോ പാഠങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിൽ കൂടെ പഠിച്ചാൽ പോകുന്ന മുമ്പോട്ട്. അപ്പോൾ എല്ലാം ആയി. ഇപ്പം എന്താ എല്ലാത്തിൽ നിന്നും മുക്തനായി. മക്കളെ കാണണമെന്നില്ല, വിളിക്കണമെന്നില്ല, എല്ലാവരെയും എങ്ങനെ അതുപോലെ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ സമചിത്തത. ഇപ്പോൾ ഈശ്വരൻ ഇന്ന് എനിക്ക് സമചിത്തത ഉണ്ടെന്ന് അറിയാനാണെങ്കിൽ എനിക്ക് പരീക്ഷണം തന്നെ. എൻ്റെ ഭർത്താവിനെ കൊണ്ടാവട്ടെ, കുറച്ച് നാളത്തേക്ക് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ മക്കളെ കൂടെ ആയിരുന്നു കൂടെ ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ എങ്ങും അടങ്ങി നിൽക്കാൻ അങ്ങനത്തെ സ്വഭാവം ആരോടും ചേരത്തില്ല. 6 വർഷം മോനോടായിരുന്നു, അവർക്ക് ഒക്കെ പറഞ്ഞ് അവിടുന്ന് പോയി. ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. അത് എല്ലാവരെയും ഒന്ന് പാഠം പഠിപ്പിക്കാൻ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇവിടെ എന്താ പറയുക, അന്നപാനാദി വിഷയങ്ങളെ അനുഭവിക്കുന്നവനായാലും നമുക്കിതെല്ലാം ആവശ്യമുണ്ട്. നമ്മുടെ കുടുംബമാകുമ്പം എല്ലാം നമുക്ക് ആഹാരം വേണം, അതിൻ്റെ കാര്യങ്ങൾ നോക്കണം, പല പല വിഷയങ്ങൾ, ഈ ലോക വിഷയങ്ങളെല്ലാം നമുക്ക് എല്ലാം വേണം. അപ്പോൾ നമ്മുടെ മനസ്സോ ഇന്ദ്രിയമോ അതിലോട്ട് ഭ്രമിച്ച് ഓടുകയല്ല, ആഗ്രഹിച്ചല്ല, നമുക്കുള്ള ആവശ്യങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്വാധീനം തന്നെ ഇരുന്നാലും അങ്ങനെയുള്ള മനസ്സോട് കൂടിയാൻ ശാന്തിയെ സമാധാനത്തെ പ്രാപിക്കുന്നു. അതാണ് ഇന്നതിൻ്റെ അനുഭവമാണ്. ഞാൻ ഇന്ന് ശാന്തി അനുഭവിക്കുന്നു, സമാധാനം അനുഭവിക്കുക. എന്താ കാരണം? ഇത്രയും ഇന്നൊരു വല്ലാത്ത ഒരു പ്രവൃത്തി ഇന്നിവിടെ നടന്നുണ്ട്. വൃത്തിയെ പറ്റിയാ. കൊതുക് വരുന്ന സമയമല്ലേ, ഞാൻ അവിടെയൊക്കെ ഇച്ചിരി എന്താ പറയുക, കുമ്മായൊക്കെ വാരിയിട്ട് അതും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എവിടെയൊക്കെ എടുത്ത് എന്തൊക്കെയോ ഒഴിക്കും. അപ്പോൾ കൊതുകും ഒക്കെ വരുന്നതിന് ഞാൻ അവിടെ കുമ്മായൊക്കെ ഇട്ടിട്ട് അവിടെ ഒരു ചാലൊക്കെ വെച്ച് അങ്ങോട്ട് വെള്ളം തിരിച്ചുവിടാം. അത് അങ്ങോട്ടങ്ങ് തുടങ്ങി ഭർത്താവ്, നന്നായിട്ടങ്ങ് തുടങ്ങി. അപ്പോഴെന്താ ഞാൻ ചെയ്തതെന്ന് പുണ്യമാണോ പാപമാണോ ചെയ്തത്? അപ്പോൾ എനിക്ക് നമ്മൾ നന്മ ചെയ്തിട്ട് നമ്മൾ അനുഭവിക്കുന്നത് എന്താണ്? വിഷമം. പക്ഷേ എനിക്ക് അനുഭവം ഉണ്ടായില്ലെന്ന്. എനിക്ക് ഒരു വിഷമവും ഇല്ല. ഞാൻ ശാന്തി സമാധാനം തന്നെ ഇരിക്കുന്നത്. എന്താ കാരണം? ഞാൻ അവിടെ ജയിച്ചു കഴിഞ്ഞു. ഇതാണ് ഒരു ഭക്തന് വേണ്ടത്. ആരും നമ്മളെ തലമീത കൊണ്ടത് എന്തൊക്കെ ദുഃഖം തന്നാലും അവിടെ സമചിത്തത. ദുഃഖം തന്നാൽ ദുഃഖിക്കണ്ട. സുഖമാണോ ഒരുത്തൻ തരുന്നത്? നന്ദി നിങ്ങൾ അങ്ങനെ ഒന്ന് പുകഴ്ത്തട്ടെ. പക്ഷെ അവിടെ സന്തോഷിക്കുകയും വേണ്ട. സമചിത്തത അങ്ങനെയാണ്. നമ്മളെ മക്കളോ ഭർത്താവോ ഒന്ന് പുകഴ്ത്തുകയോ അല്ലെങ്കിൽ അന്യനൊന്ന് ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കത്തില്ല, ഒരു വേണ്ടാത്തവരും പറഞ്ഞാലും നമുക്കവിടെ ദുഃഖിക്കേണ്ട കാര്യമില്ല. മനസമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രയത്നം ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് നമ്മുടെ അധീനത്തിൽ തന്നെയാണ്, നമ്മുടെ സ്വാധീനത്തിൽ തന്നെയാണ് ഇന്ദ്രിയങ്ങൾ ഇരിക്കുന്നത്. എന്നാലും നമുക്ക് നമുക്ക് അന്നപാനാദി വിഷയങ്ങൾ, നമ്മുടെ ഒരു കുടുംബമാകുമ്പോൾ നമ്മുടെ പല പല ഇപ്പം ഞാൻ ആ വൃത്തിയാക്കേണ്ട കാര്യം ചെയ്തല്ലേ പറ്റൂ. കൊതുകടിക്കാതെ അണുക്കൾ കയറാതിരിക്കാൻ നമുക്കത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ്. അതിന് വെറുതെയെങ്കിലും ചുമ്മാ കിടന്ന് അലയ്ക്കുന്നുണ്ട്. അത് നിനക്കൊന്ന് ചെയ്യാൻ കാരണം എനിക്കറിയാം ഇങ്ങനെ ചെയ്യണോ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങും. നമ്മൾ ചെയ്തില്ലെങ്കിൽ കുറ്റം ഇങ്ങനെ സ്വഭാവം ചിലർക്കുണ്ട്. ചെയ്താലും കുറ്റമോ ചെയ്തില്ലെങ്കിലും കുറ്റമോ. അത് പണ്ടുകൊണ്ടേ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇതെന്താ കാരണം? ചില മനുഷ്യർ അങ്ങനെയാണ്. ഒരിക്കലും അവരുടെ ഉള്ളിൽ നന്മയുണ്ടാവത്തില്ല. ഏത് കോഴിയെ കിട്ടിയാലും കൈ വെച്ചടിച്ചു കൊല്ലും. ഏത് പട്ടിയെ ഉടനും 13 വർഷം വളർത്തിയ പട്ടിയെ പോലും കൊന്നു കളഞ്ഞ്. ഇങ്ങനെയൊക്കെയുള്ള ദുഷ്ട സ്വഭാവമുള്ളത് നമ്മൾ എന്ത് പറയണം? അതിനൊക്കെ നമ്മളെ കൂട്ടി പിടിച്ചുകൂടാം. നമ്മളെ കൂടെ പിന്നെ ഇങ്ങനെ അവതാ പറയുമ്പോൾ നമ്മൾ കൂടെ മക്കളെ കൂടെയൊക്കെ പോയി നിൽക്കുകയൊക്കെ ചെയ്താൽ എവിടേക്ക് നിന്ന് ജീവിച്ച് പോകണ്ടേ മനുഷ്യനല്ലേ? നമ്മൾ ഇച്ചിരി അബലകളാണ്. വിഷമം കാണുമ്പം അല്ലെങ്കിൽ വിഷമങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിലേക്ക് വീണു പോകും. എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് തന്നെയാണ് പിന്നും. പക്ഷെ അതെന്താ കാരണം എന്ന് പറയുമ്പോൾ നമ്മളോട് ചെയ്യിക്കുന്നത് ഇതിലൊക്കെ സമചിത്തത വന്നു എന്ന് ഈശ്വരനോടൊരു പരീക്ഷണമുണ്ട്. അതുകൊണ്ട് സമയം ഒത്തിരി പോയി. അന്നപാനാദി വിഷയങ്ങളെ അപ്പോഴും എല്ലാവരും ചെയ്യുന്ന പോലുള്ള വിഷയം നമുക്കും ഉണ്ട്.
എല്ലാം നമ്മൾ ചെയ്യണം. ആ വിഷയങ്ങളെ അനുഭവിക്കുന്നവനായാലും നമ്മൾ മറ്റുള്ളവരുടെ കണക്ക് തന്നെയാണ് നമ്മളിവിടെ അനുഭവിക്കുന്നത്. അതായാലും സ്വാധീനമായ മനസ്സോടുകൂടി നമ്മൾ പറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സുള്ള ഇന്ദ്രിയങ്ങളെ നമ്മൾ വധിച്ചു നമ്മൾ എവിടെ നിർത്തിയേക്കുന്നത് അതിൽ തന്നെയാണ് ആ സ്വാധീനം തന്നെയാണ് നമ്മൾ തന്നെയാണ് നിർത്തിയേക്കുന്നത്. അങ്ങനെ ഉള്ളവനാണ് എന്താ പറയുക മനസ്സമാധാനം ശാന്തി ഉണ്ടാവുന്നത്. നമ്മുടെ സ്വാധീനം തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ആര് എന്തൊക്കെ ദുഃഖം തന്നാലും സന്തോഷം തന്നാലും സമചിത്തതയായിരിക്കും. അങ്ങ് ശാന്തിയെ സമാധാനത്തെ പ്രാപിക്കുന്നു. ഞാനിന്ന് സമാധാനത്തിൽ കൂടുതൽ കഴിയുന്നു. കാരണം എനിക്കത് വളരെ വളരെ സന്തോഷം. കാരണം എന്താ, ഞാൻ ജയിച്ചല്ലോ എന്നുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. അല്ല ദുഃഖം തന്നിട്ട് എനിക്കിന്ന് യാതൊരു മനക്ലേശവും ഇല്ല. ചിലർ വിചാരിക്കും ഇതൊക്കെ പറയാൻ വളരെ ഇമ്പമാണ്. പക്ഷേ വിഷമങ്ങൾ വരുമ്പോൾ നമുക്ക് കുറ്റം ചെയ്യാത്തൊരു കാര്യത്തിൽ നമ്മൾ ഒരുപാട് അങ്ങേയറ്റം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പം സഹിക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴല്ല, ഇപ്പോൾ കുറച്ച് കണ്ട് ഞാൻ ഇങ്ങനെ ഏകാഗ്രമായിട്ട് തന്നെ കഴിയല്ലേ. അപ്പോൾ ഇടയ്ക്കൂടി ഇപ്പോൾ ഒരു സംഭവം നീ എത്രത്തോളം ആയി എന്നറിയാൻ ഈശ്വരനൊരു പരീക്ഷണമെന്ന് കൂട്ടിക്കോ. അതിൽ ഞാൻ ജയിച്ചു. ആ ജയത്തിൻ്റെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ, അല്ലാതൊന്നുമല്ല. അതായല്ലോ, അതെനിക്ക് കഴിഞ്ഞല്ലോ, ദുഃഖമില്ലല്ലോ. മക്കളായാലും ആരായാലും ഇപ്പോൾ എനിക്ക് എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സന്തോഷവും ഇല്ല സന്താപവും ഇല്ല. സന്തോഷം പറഞ്ഞെന്ന് പറഞ്ഞാൽ സന്തോഷവും ഇല്ല, ദുഃഖം തന്നു പറയുക ദുഃഖവും ഇല്ല. അങ്ങനെ ആകണം. നമ്മുടെ സ്വാധീനത്തിൽ ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വന്നാലും നമുക്ക് സമാധാനം ശാന്തി ഉണ്ടാകും. പരമാത്മാവിൻ്റെ അടുക്കെ നമുക്ക് എപ്പോഴും വാസമാണ്. ആരെന്ത് ചെയ്താലും. മുമ്പൊക്കെ അങ്ങനല്ല. എൻ്റെ തെറ്റില്ലാണ്ട് എന്തെങ്കിലും വന്നാൽ ഞാൻ അന്ന് പ്രാർത്ഥനയേ ഇല്ല. ഇത് നന്നായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നന്നായി ഇത് ഇന്ന് പറയുന്നതൊക്കെ നാളെ ഇടാനായി. ഇന്ന് 12 മണിക്ക് ശേഷം ഇടാൻ പറ്റും. ഇപ്പോൾ രാത്രി എടുക്കുക. അത് രാത്രിയിലോ വെളുപ്പിനെയോ ഒക്കെ ഇട്ടാണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്താ, എൻ്റെ മുഖത്ത് എന്തെങ്കിലും സന്തോഷക്കേടുണ്ടോ? ഒരാളെന്നെ ദുഃഖിപ്പിച്ചെന്നും പറഞ്ഞ് ഇല്ല, ഒരിക്കലും ഇതില്ല. അതിനി വരത്തില്ല. ഞാൻ അങ്ങനെ ആയിക്കഴിഞ്ഞു. എനിക്കെല്ലാവരും സമചിത്തത ആയിക്കഴിഞ്ഞു. അതാണ് എൻ്റെ ജയം. എൻ്റെ ഈശ്വരൻ തന്ന ഒരു ഗുണമാണ്. അത് അങ്ങനെ ആകണം. എല്ലാവരും അങ്ങനെ ആകണം. അങ്ങനെ ആകുമ്പോൾ ആരെന്ത് പറഞ്ഞാൽ നമുക്ക് ഒന്നിലും വിഷമം ഉണ്ടാകത്തില്ല. പക്ഷേ സന്തോഷം വരുമ്പോഴും സന്തോഷിക്കരുത്. ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിക്കും. പക്ഷേ നമുക്ക് അവിടെയും സമചിത്തത വേണം. സന്തോഷിക്കാനേ പാടില്ല. അതെനിക്ക് എത്രയോ സന്തോഷമുള്ള ഓരോരുത്തർ എന്തെല്ലാം മക്കളുടെ കയ്യിൽ നിന്നായാലും ഒക്കെ അതിലൊന്നും എനിക്ക് സന്തോഷം തോന്നിയിട്ടില്ല. ഇതൊക്കെ ഇപ്പം നമുക്ക് എന്തെങ്കിലും കൊണ്ട് തരുന്നതൊക്കെയുള്ള സന്തോഷം. എന്തിനാ തരുന്നതെന്നാണ് ചോദിക്കുന്നത്. എനിക്കിഷ്ടമല്ല. ആവശ്യത്തിന് മതിയല്ല. ഒരുപാടൊന്നും അങ്ങനൊന്നും കണ്ട് സന്തോഷിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. എല്ലാം ഒരു ലിമിറ്റാണ് എനിക്ക്. എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് വളരെ ആഗ്രഹിക്കുന്നവളല്ല ഞാൻ. ആഡംബരത്തിൽ അങ്ങനെയൊന്നും ഉള്ള ഇതൊന്നും അല്ല. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ആകണം. അതാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ശാന്തി സമാധാനം അങ്ങനെ മക്കളെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വേണം, ആദ്യം നമ്മുടെ ഇന്ദ്രിയങ്ങളെ അടക്കാൻ ശ്രമിക്കണം. ഭഗവാനോട് പറഞ്ഞാൽ മതി, എല്ലാം ഓക്കെ ആക്കി തരും. എനിക്കെല്ലാം അങ്ങനെയാണ്. എനിക്ക് അറിയാത്തതൊക്കെ ഞാൻ ഭഗവാനോട് ഭഗവാനെ എനിക്ക് ഇതുപോലെ വലിയ ബുദ്ധിമുട്ടാണല്ലോ, എല്ലാ മക്കളെ കാണാതിരുന്ന ദുഃഖം, വിളിക്കാതിരുന്ന ദുഃഖം, സങ്കടം, പിന്നെ ഏങ്ങി കരച്ചിൽ, ഇതൊക്കെ ഇനി എന്നാ മാറുന്നതെന്ന് ഞാൻ ചോദിച്ചു. അത് മാത്രം എനിക്ക് ആ മമതയെന്ന് പറഞ്ഞാൽ ആ ഒരു സംഗതി ഭയങ്കര മമത എന്തോ എൻ്റെ മക്കളെന്നല്ല, അല്ല മക്കള് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതാ എൻ്റെ ആഗ്രഹങ്ങൾ. അതെന്തായാലും അങ്ങ് മാറി. അത് ദൈവം അത് വിചാരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് മാറി. ഞാൻ പ്രാർത്ഥിക്കാനിരുന്ന് പെട്ടെന്നങ്ങ് മാറി. അതുപോലെ ഇപ്പം എനിക്ക് ഈ സമാധാനവും ഇപ്പം എന്താ, ദുഃഖിച്ചെന്നും പറഞ്ഞ് എന്നെ ദുഃഖിപ്പിച്ചെന്നും പറഞ്ഞ് എനിക്കൊരു ക്ലേശമില്ല, ദുഃഖമില്ല. അങ്ങനെ ആകണം എല്ലാവരും. ഹരി ഓം ഹരി ഓം ഹരി ഓം.